നമസ്കാരം, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഇന്ത്യക്കും അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മനുഷ്യരും അവർക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആണ് നടന്നത്. ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന അവരാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിരോധ മന്ത്രിമാരെ നേരിട്ട് ക്ഷണിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചിട്ട് നിലവിലെ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് രാജ്നാഥ് സിംഗ് മറ്റ് രാജ്യങ്ങളോട് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരൊറ്റ നിലപാടിൽ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് പാക് ഭീകരത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് എന്ന് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് മാത്രമാണ് നിലവിൽ ഇന്ത്യയുടെ പ്രശ്നം തന്നെ. അപ്പൊ നമുക്ക് സമീപകാല പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് സപ്പോർട്ട് തന്നെയാണ്. യാതൊരുവിധ വിയോജിപ്പോ ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല. ഇന്ത്യക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു തീവ്രവാദിയെയും ജീവനോടെ വിടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും അതുപോലെ രാജ്നാഥ് സിംഗ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള NDA അല്ലെങ്കിൽ BJP, അതിനൊപ്പം നിൽക്കുന്ന പോഷക സംഘടനകളായിട്ടുള്ള സംഘപരിവാരത്തിന്റെയും മുന്നിലാണ് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട് അറിയിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പാക് ഭീകരത ഇന്ത്യക്ക് ദോഷമാകുന്നത് എത്രമാത്രമാണോ അതുപോലെ തന്നെ രാജ്യത്തിന് നാശം വിതയ്ക്കുന്ന ഒന്നാണ് ഹിന്ദുത്വ ഭീകരത. കാരണം ഞാനൊരു മലയാളിയാണ്. ഞാൻ ഇപ്പൊ നിലവിൽ ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. ഈ കേരളം നിലവിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഹിന്ദുത്വ ഭീകരത. അത് യാതൊരു സംശയമില്ല. ഓരോ മലയാളിക്കും ദൈനംദിന ജീവിതത്തിൽ ഇപ്പൊ നിലവിലെ പത്രമാധ്യമങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് രാജ്ഭവനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കേരള ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു ഇന്ത്യനും തെമ്മാടി തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. അത് സംഘപരിവാർ ആയാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും ശരി, യാതൊരുവിധ മാപ്പ് അവർ അറിയിക്കുന്നില്ല. ഇന്ത്യയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ദേവതയാണെന്നുള്ളൊരു ഒരു ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ടാണ് ഇവർ ഭാരതാംബയെ തൂക്കിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഈ ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടി കൃത്യമായിട്ട് കാവി കോണകം തന്നെയാണ്. കാവി കോണകമല്ലാതെ ഇതിനൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഭാരതാംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ദേശീയ പതാക കൈയിൽ എന്താത്ത ഒരു ആമ്പലിനെ നമ്മൾ വിശ്വസിക്കത്തില്ല, നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.